ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, നമ്മൾ പലപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് റോഡിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് പലപ്പോഴും ഡൗട്ട് വരുന്നൊരു സ്ഥലമാണ് ഒരു ക്രോസ് റോഡ്, അതായത് ഒരു പ്ലസ് പോലത്തെ ഒരു റോഡ് വരികയാണെങ്കിൽ. കാരണം ഒരു ടി റോഡ് വരികയാണെങ്കിൽ നമുക്ക് സുഖമായിട്ടും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോകാൻ സാധിക്കും. ഒരു ടി റോഡിൽ നിന്ന് ഒരു നോർമൽ ഒരു പോക്കറ്റ് റോഡിലോട്ടൊക്കെ ഇറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പക്ഷേ റോഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഡൗട്ട് അടിച്ച് നിന്ന് പോകുന്നൊരു കാര്യമാണ് സ്ട്രെയിറ്റ് പോകാൻ വേണ്ടി എന്ത് ചെയ്യും. കാരണം നമുക്ക് സ്ട്രെയിറ്റ് പോകാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. റൈറ്റ് പോകാൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ലെഫ്റ്റ് പോകാൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, സ്ട്രെയിറ്റ് പോകാൻ എന്ത് ചെയ്യും. കാരണം പലരും ഡൗട്ട് അടിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ വാഹനം ഓടിച്ചൊരു ടി റോഡിലോട്ട് ചെന്നു, ചിലപ്പം കയറുന്ന ഒരു മെയിൻ റോഡായിരിക്കും, അവിടുന്ന് സ്ട്രെയിറ്റ് പോകുന്നതാണ് അടുത്ത റോഡ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഏത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും? കാരണം പലപ്പോഴും എന്നോട് പലരും വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമാണ്. കാരണം ഹസാർഡ് യൂസ് ചെയ്താൽ പോരാ, ഹസാർഡിലെ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അതല്ല കൃത്യമായിട്ടുള്ള രീതി. കാരണം നമ്മൾ വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ റോഡിലോട്ട് കയറി കഴിഞ്ഞ് നേരെ ഹസാർഡ് ഇടും, വാഹനം നോക്കി നേരെ അങ്ങ് കയറ്റി വിടും. പക്ഷേ ശരിക്കും ഹസാർഡാണോ അവിടെ യൂസ് ചെയ്യേണ്ടത്? ഒരു കാരണവശാലും ഹസാർഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ട്രെയിറ്റ് റോഡ് പോകാനാണെങ്കിൽ, അതായത് ടി റോഡിൽ നിന്നും നമുക്ക് സ്ട്രെയിറ്റ് പോകാനാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ വാഹനം വരുന്ന രീതിക്ക് ആ ടി റോഡിലോട്ട് അടുക്കുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വാഹനങ്ങൾ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോകട്ടെ, പോകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് അവിടെ സിഗ്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സിഗ്നൽ ഗ്രീൻ ആയി കഴിയുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ സിഗ്നൽ ഓൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ധൈര്യമായിട്ട് വാഹനം ഓടിച്ചു പോകാൻ സാധിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, മെയിൻ റോഡ്, അതായത് ഒരു മെയിൻ റോഡിൽ നിന്നും ഒരു പോക്കറ്റ് റോഡിൽ കൂടിയാണ് നമ്മൾ കയറി വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചോണം. കാരണം പലപ്പോഴും എനിക്ക് പണി കിട്ടിയിട്ടുള്ളൊരു കേസാണ്. സാധാരണ ഇതിലേ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോക്കറ്റ് റോഡ് നേരെ എന്ന് കയറുന്നത് ഒരു ടി റോഡിലോട്ടായിരിക്കും. പക്ഷേ ടി റോഡ് ശരിക്കും ഒരു മെയിൻ റോഡായിരിക്കും. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാണത്തില്ല. പക്ഷേ ഇതുപോലെ നിങ്ങൾ വാഹനങ്ങൾ അറിയാത്ത വഴിയിൽ കൂടെ, അല്ലെങ്കിൽ ഒരു പുതിയൊരു റോഡിൽ കൂടെയൊക്കെ ഓടിച്ച് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആ റോഡിൽ നിന്നും അടുത്തൊരു മെയിൻ റോഡിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ ഒന്നും നോക്കാതെ ക്രോസ് ചെയ്ത് പോകും. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടും, പക്ഷേ ചിലപ്പോൾ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ അലേർട്ടായിരിക്കണം, പ്രത്യേകിച്ച് ഒരു പുതിയ റോഡിൽ കൂടെ വാഹനം ഓടിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പക്കയായിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും.